എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി പോലത്തെ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലൈസും അതുപോലെ ഞായറാഴ്ചകളിൽ വീക്ക്ലി അനാലൈസ് വീഡിയോകളും ചെയ്യാറുണ്ട്. നമുക്ക് ഇൻട്രാഡേയിൽ എങ്ങനെയൊക്കെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞത് മാർക്കറ്റിൽ എന്തെങ്കിലും സംഭവിച്ചോ, ഇന്ന് മാർക്കറ്റിൽ ഏത് രൂപത്തിലാണ് ട്രേഡ് ആയത്, നമ്മൾ ഇന്നലെ സംസാരിച്ചതിൽ അതുപോലെ വല്ലതും മാർക്കറ്റിൽ നടന്നോ, ഇനി നാളെ എങ്ങനെയാണ് ട്രേഡ് നടക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്നത്തെ ഇൻട്രാഡേ സ്റ്റോക്ക് സജഷൻ വീഡിയോയിൽ രാവിലെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഗ്ലോബൽ ഇഷ്യൂസ് പ്രകാരം ഗ്ലോബൽ മാർക്കറ്റ്സ് എല്ലാം തന്നെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ്. അതേസമയം നമ്മുടെ മാർക്കറ്റ് ഒരു പോസിറ്റീവ്സിലേക്ക് ധൃതി പിടിച്ച് കയറാൻ നോക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഹൈ വോളറ്റൈലിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്റ്റോക്കുകളെല്ലാം തന്നെ നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി വീക്ഷിച്ചുകൊണ്ട് ട്രേഡ് എടുത്ത് മുന്നോട്ട് പോകുക. അത് സ്റ്റോക്കിൽ മാത്രമല്ല, ഇൻഡെക്സിലാണെങ്കിലും ഹൈ വോളറ്റൈലിറ്റി ഉള്ള സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് സുതാര്യമായ രീതിയിൽ തന്നെ ട്രേഡ് ചെയ്യണം. ആ ഒരു രൂപത്തിൽ തന്നെയാണ് ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്ത മാർക്കറ്റ്. സത്യത്തിൽ ഒരു പോസിറ്റീവിലാണ്, ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. 24,189 ഓപ്പൺ ചെയ്ത് 24,382 വരെ പോയി. അതിനുശേഷമാണ് മാർക്കറ്റ് അവിടെ നിന്നും താഴേക്ക് വരാൻ തുടങ്ങിയത്. നമ്മൾ ഇന്നലെ പ്രധാന ലെവലുകൾ കൊടുത്തിരുന്നത്. ഇപ്പോൾ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ട് ഏകദേശം ഇത് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 192 പോയിൻറ്റോളം മുകളിലേക്ക് വന്നു. എന്നിട്ടാണ് മാർക്കറ്റ് അവിടെ നിന്നും നിഫ്റ്റി താഴേക്ക് വന്നത്. അതുപോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും. കണ്ടില്ലേ, ബാങ്ക് നിഫ്റ്റിയിലും സെയിം നേരെ മുകളിലേക്ക് പോയി. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ എന്താ ഒരു ഡിഫറൻറ്റ് എന്ന് പറഞ്ഞാൽ, ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആയതുകൊണ്ട് ഫിൻ നിഫ്റ്റി ഹൈ, മറ്റുള്ള ഇൻഡെക്സുകളെ അപേക്ഷിച്ച് ഫിൻ നിഫ്റ്റി ഹൈ വോളറ്റൈലിറ്റിയിലായിരുന്നു. അപ്പോൾ ഫിൻ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഏകദേശം സമാനമായ രീതിയിലാണ് ട്രേഡ് ചെയ്യുക എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഫിൻ നിഫ്റ്റി നല്ല ഒരു അപ്പ് ആൻഡ് ഡൗൺ ഉള്ള സമയത്ത് ബാങ്ക് നിഫ്റ്റിയും അതിനനുസരിച്ചാണ് ട്രേഡ് ചെയ്തത്. മാത്രമല്ല, ഏറ്റവും ആദ്യം നെഗറ്റീവിലേക്ക് വന്ന ഫിൻ നിഫ്റ്റിയാണ്. അതുപോലെ തന്നെ അതിന് പിന്നാലെ ബാങ്ക് നിഫ്റ്റിയും വന്നുകൊണ്ട് ഫസ്റ്റ് 1 അവറിൽ തന്നെ ബാങ്ക് നിഫ്റ്റി ഡൗണിലേക്ക് വീഴുകയാണ് ഉണ്ടായത്. നമ്മൾ ഇന്നലെ നിഫ്റ്റിയിൽ പറഞ്ഞ ലെവലുകൾ അത് പരിശോധിക്കണമെങ്കിൽ നമുക്കിവിടെ ഈ ട്രെൻഡ് ലൈൻ ആദ്യം വരയ്ക്കണം. അത് എപ്പോഴും വരച്ചുകൊണ്ടിരിക്കണം. ഞാനെപ്പോഴും സേവ് ചെയ്യണം വിചാരിക്കും, അത് മറന്നു പോവുകയാണ്. ഇന്ന് എന്തായാലും വേണ്ടില്ല, സേവ് ചെയ്യണം. ദിവസം ഇതിങ്ങനെ വരച്ചിട്ട് സമയം പോകുമെന്നല്ലാതെ. ഓക്കെ, അപ്പോൾ 1 ഡേ ടൈം ഫ്രെയിമിൽ, അതായത് ഇന്നലത്തെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് എൻട്രി എടുത്ത് പോകാം എന്നാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്. ഇന്നലത്തെ ലോ എന്ന് പറയുമ്പോൾ 23,893, 23,890 താഴെ നമുക്ക് എൻട്രി എടുത്ത് വരാം. പക്ഷേ ആ ഭാഗം ഇന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. അതേസമയം മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നലത്തെ ഹൈ ആയ 24,350 മുകളിലേക്കും എടുത്തു പോകാം എന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യണം, അത് നമുക്ക് നിർബന്ധമാണ്. ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് എൻട്രി അതിൽ പാടില്ല. ഇത് കണ്ടോ, ജസ്റ്റ് ഇപ്പോൾ 1 അവർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നോക്കൂ, അപ്പോഴും ഇത് ക്രോസ് ചെയ്തു എന്നല്ലാതെ ക്ലോസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്കിതിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. അത്രയും ഈ ഒരു ഇന്നലത്തെ ലോ ആൻഡ് ഹൈനകത്ത് തന്നെ നിഫ്റ്റി ട്രേഡായി എന്നുള്ളതാണ് സത്യം. പക്ഷേ നമുക്ക് ഇൻട്രാഡേ ട്രേഡർമാരെ സംബന്ധിച്ചിടത്തോളം നമുക്കിന്ന് നല്ല പ്രോഫിറ്റായിരുന്നു അല്ലേ? നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ അറിയാൻ കഴിയും, അവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. കമൻറ്റ് ചെയ്യുക, കമൻറ്റ് എഴുതുക താഴെ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ രൂപത്തിൽ നമുക്ക് സ്കാൽപ്പിംഗ് മോഡലൊക്കെ ഒരു 20 പോയിൻറ്റ്, 25 പോയിൻറ്റ്, 50 പോയിൻറ്റ് ആ രൂപത്തിലൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ഈ നമ്മൾ ഡെയിലി കൊടുക്കുന്ന ആ ഒരു ടിപ്സ് പ്രകാരം നമുക്ക് ഇന്ന് സത്യത്തിൽ എൻട്രി ലഭിച്ചിട്ടില്ല നിഫ്റ്റിയിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം 23,890 താഴെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ. ഓക്കെ,
ഒരു പ്രോപ്പറായ എൻട്രി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അത് എടുത്തതിന് ശേഷം കുറച്ചൊരു 10-100 പോയിൻ്റ് അല്ലെങ്കിൽ ഒരു 50-60 പോയിൻ്റ് വരെ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഇന്ന് നിഫ്റ്റിയിൽ അങ്ങനെ ഒരു 10-50 പോയിൻ്റ് കിട്ടുന്ന രൂപത്തിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് എൻഡ് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞിട്ടൊരു സിഗ്നലിൽ ഹോൾഡ് ചെയ്ത് നമുക്ക് മര്യാദ അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടി. അത് വേറെ വിഷയം, അത് ഇൻട്രാഡേയിൽ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ. പക്ഷേ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഓരോ ദിവസത്തെയും ഇൻട്രാഡേ ലെവലിൽ നമുക്ക് പ്രോപ്പറായ എൻട്രി എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയാണ് പറയുന്നത്. ആ തരത്തിൽ നമുക്ക് നിഫ്റ്റിയിൽ ഒരു എൻട്രി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് നാളെ ട്രേഡ് ചെയ്യുകയാണെങ്കിലും ഈ ഒരു ഏരിയ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇതിന് മുകളിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് മുകളിലേക്ക് എൻട്രി ഉള്ളൂ. അതേസമയം താഴേക്ക് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈന് വരെ വരും. മാർക്കറ്റ് താഴത്തേക്ക് വരവ് നിന്നിട്ടില്ല, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തായാലും ഒരു 5%-10% ഡൗൺ ആയതിനു ശേഷമേ ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോകൂ എന്നുള്ളതാണ് നമ്മുടെ ഒരു വ്യൂ, ഒരു കാഴ്ചപ്പാട്. അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല, മാർക്കറ്റാണ്. എല്ലാവരുടെയും വ്യൂ പോയിൻ്റ് പോലെ ആയിരിക്കില്ല. മാർക്കറ്റ് നാളെ തന്നെ ചിലപ്പോൾ ഒരു റിക്കവറി ചെയ്ത് മുകളിലേക്ക് പോകാം, അല്ലെങ്കിൽ നാളെ ഇനി നമ്മൾ പറഞ്ഞ രൂപത്തിൽ താഴേക്ക് വരാം. ഏതായിരുന്നാലും നമ്മുടെ വ്യൂസിൽ ഈ ഒരു ട്രെൻഡ് ലൈന് ടച്ച് ചെയ്ത് സപ്പോർട്ട് എടുത്ത് പോകാനും സാധ്യതയുണ്ട്. ഇല്ല ഇനി അതിനും താഴെ വരികയാണെങ്കിൽ അടുത്ത, അതായത് ഈ ഒരു ട്രെൻഡ് ലൈന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സപ്പോർട്ട് ഇതുവരെ, അടുത്ത സപ്പോർട്ട് ഇടയിൽ ചെറിയ സപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും കൂടെ മേജറായ സപ്പോർട്ട് ഇതുവരെ വന്നിട്ടാണ് പിന്നീട് നിഫ്റ്റി മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ ചെയ്യാനുള്ളത് ഇന്നലെ പറഞ്ഞ രൂപത്തിൽ തന്നെ ഹൈയും ലോയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് എടുത്ത് കുറച്ചൊരു 10-75-50 പോയിൻ്റ് വരെയൊക്കെ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, സ്റ്റോപ്പ് ലോസ് മസ്റ്റാണ്. പക്ഷേ നമ്മൾ ട്രailing സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ എന്താ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇന്ന് എക്സാമ്പിൾ നമ്മൾ ഒരു ഔട്ട് ഓഫ് ദ മണിയിൽ ഒരു നിഫ്റ്റി ഒരു ട്രേഡ് ഞങ്ങളെടുത്തു, 75 രൂപ പ്രീമിയം പ്രൈസിൽ എടുത്തു, ഒരു 50 സ്റ്റോപ്പ് ലോസ് വെച്ചു, മുകളിലേക്ക് പോയി. എൻഡ് ഓഫ് ദി ഡേ വരെ, വൈകുന്നേരം വരെ 3:30 മണി വരെ അല്ലെങ്കിൽ 3 മണി വരെ ഹോൾഡ് ചെയ്യുക എന്നുള്ളൊരു കണക്ക് കൂട്ടലാണ്. ഓക്കെ, അപ്പോൾ അതിനിടയ്ക്ക് പ്രോഫിറ്റ് മതി എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്തിറങ്ങാം, അത് വിഷയമല്ല. ആ രീതിയിൽ എടുത്തു. നിഫ്റ്റി ഏകദേശം 120 പോയിൻ്റോളം ഒരേ ലെവലിൽ അത് വന്നു. ബട്ട് അത് പിന്നീട് വീണ്ടും താഴത്തേക്ക് തന്നെ പോയി. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടില്ല, 50ലേക്ക് എത്തിയിട്ടില്ല. എന്നിരുന്നാലും ഇപ്പോൾ 75 എടുത്ത ആൾ 100ലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നിർദ്ദേശപ്രകാരം, നമ്മുടെ പോളിസി പ്രകാരം അത് സ്റ്റോപ്പ് ലോസിന് എന്ത് ചെയ്യണം, 75ലേക്ക് കൊണ്ടുവന്ന് വെക്കണം. ഓക്കെ, 75ലേക്ക് കൊണ്ടുവന്ന് വെച്ചു. വീണ്ടും 120ലേക്ക് വന്നപ്പോൾ അത് സ്റ്റോപ്പ് ലോസിനെ നമ്മൾ 100ലേക്ക് കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ 120 പോയിട്ട് നിഫ്റ്റി താഴേക്ക് വന്നു, അതായത് ഞങ്ങളുടെ പ്രീമിയം താഴേക്ക് വന്നു, 100 സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അപ്പോൾ 25 പോയിൻ്റാണ് നമുക്ക് കിട്ടിയുള്ളൂ. അതേസമയം 50 തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ 75 അത് മുകളിലേക്ക് വന്ന് 75 കൊണ്ടുവന്ന് സ്റ്റോപ്പ് ലോസ് നമ്മൾ പിന്നീട് വീണ്ടും മുകളിലേക്ക് തന്നെ പോയാലും 75 തന്നെ സ്റ്റാൻഡായി നിന്നാൽ ഒരു പക്ഷേ നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ കിട്ടിയേക്കാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇല്ലാതെയും പോയേക്കാം. അപ്പോൾ ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് എന്നുള്ളത് കൂടുതലും നമുക്ക് പെട്ടെന്ന് തന്നെ ഹിറ്റാവാൻ കാരണമാകുന്ന ഒരു സംഗതിയാണ്. അതാണ് മൊത്തത്തിൽ പറഞ്ഞത്. അപ്പോൾ നിഫ്റ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി ബാങ്ക് നിഫ്റ്റി ഒരു സെല്ലിംഗ് മോഡിലേക്ക് വന്നു എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. നോക്കൂ, ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്യാതെ ഇനി ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് നമ്മൾ എടുത്തു പോകുന്നത് അത്ര ഉചിതമല്ല. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ എന്താ ശ്രദ്ധിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ഹൈ അല്ലെങ്കിൽ ഇന്നലത്തെ ഹൈ, പ്രീവിയസ് ഹൈ എത്രയാണ്? 50,750. 50,750 മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് എൻട്രി എടുത്ത് പോകാം. പക്ഷേ ഇവിടെ ഒരു ഈ ട്രെൻഡ് ലൈൻ ഉള്ളതുകൊണ്ട് റെസിസ്റ്റൻസ് അവിടെ സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നാളെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിലാണ് വരിക, എവിടെ ഈ ഭാഗത്താണ് വരിക അടുത്ത സ്ട്രൈക്ക്, അടുത്ത ക്യാൻഡിൽ. അപ്പോൾ നമുക്ക് 500 പോയിൻ്റോളം
അങ്ങനെ മേലേക്ക് പോവുകയാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് വരെ 500 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. ഇല്ല മറ്റന്നാളാണെങ്കിൽ അതിനനുസരിച്ച് ഇങ്ങനെ കുറഞ്ഞ് വരും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇനി ബ്രേക്ക് ചെയ്താൽ മാത്രമേ ബാങ്ക് നിഫ്റ്റി മുകളിലേക്കുള്ള യാത്ര സുഗമമായി പോവുകയുള്ളൂ. അതേസമയം താഴത്തേക്ക് വരികയാണെങ്കിൽ 49,719 ഓക്കെ, 49,719 താഴെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് താഴെ എടുത്ത് വരാം. ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനിനകത്താണ് ബാങ്ക് നിഫ്റ്റി ട്രേഡായിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി അതിനകത്തേക്ക് വന്നിട്ടില്ല. അധിക സമയം ഇല്ലാതെ തന്നെ നിഫ്റ്റിയും ആ ഒരു ഏരിയയിലേക്ക് വരാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇന്നത്തേക്ക് ഒരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ മാർക്കറ്റാണ്, ഞാൻ എപ്പോഴും പറയുന്ന രൂപത്തിൽ നമ്മുടെ ഒന്നും പ്രൊഡക്ഷൻ അല്ല, പ്രവചനങ്ങൾ ഒന്നും മാർക്കറ്റിൽ സംഭവിച്ചു എന്ന് വരില്ല. ചിലപ്പോൾ ചില ഭാഗ്യങ്ങൾ നിമിത്തം നമുക്ക് നല്ല പ്രോഫിറ്റ് ലഭിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ടെക്നിക്കൽ അനാലൈസിൻ്റെ ബലത്തിൽ, അല്ലാതെ ആർക്കും ആരുടെയും കഴിവുണ്ടായിട്ടൊന്നുമല്ല. ഓക്കെ, നമ്മൾ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസിൽ ഇനി ഇങ്ങനെയൊക്കെയാണ് നടക്കാനുള്ള സാധ്യത എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു ട്രേഡ് എടുക്കുന്നു, അത് പ്രോഫിറ്റിലാവുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ അത് സ്റ്റോപ്പ് ലോസിലേക്ക് പോകുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിലിപ്പോൾ യാതൊരു അത്ഭുതവുമില്ല. അതിപ്പോൾ എല്ലാവരും, എത്ര അറിയാത്ത ആളുകളും ഒരുപാട് കാലം മാർക്കറ്റിൽ ഇങ്ങനെ കടന്ന് കളിക്കുമ്പോൾ അവർക്കും ഇതൊക്കെ സ്വാഭാവികമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട വിഷയം നെക്സ്റ്റ്, അതായത് ഈ ട്രെൻഡ് ചാനൽ പാറ്റേണിൻ്റെ പുറത്ത് നിഫ്റ്റി വന്നിരിക്കുന്നു, ബാങ്ക് നിഫ്റ്റി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, ക്ലോസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത സപ്പോർട്ട് എവിടെയായിരിക്കും? അടുത്ത സപ്പോർട്ട് ഒന്നും ആലോചിക്കാനില്ല. ഇലക്ഷന് മുമ്പേ ഇലക്ഷന് തലേ ദിവസം ഉണ്ടായ ആ ഒരു ലോ 46,100 എന്നുള്ളതാണ് അടുത്ത സപ്പോർട്ട്. അതിനു മുൻപ് 46,500 ഉണ്ട്. 46,500, അതിന് തൊട്ട് തന്നെ 46,100. ഓക്കെ, ഒരു 400 പോയിൻറ്റിന് ഡിഫറൻറ്റിൽ. പക്ഷേ അത് നമ്മളൊരു ഡിഫറൻ്റായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരുപക്ഷെ മാർക്കറ്റ് നാളെ, ഇന്നിപ്പോൾ ഇതിന് അടിയിൽ ക്ലോസ് ആയതുകൊണ്ട് നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണെങ്കിൽ, ഇപ്പോൾ 49,717 മുകളിലാണെങ്കിൽ, അപ്പോൾ നാളെ 49,720 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈന് റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യും. അപ്പോൾ വലിയ ഒരു ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നോക്കൂ, നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെയാണ് വരിക. എത്ര ഉണ്ട്? ഒരു 250 പോയിൻറ്റിൻ്റെ ഡിഫറൻ്റ് ഉള്ളൂ. പക്ഷേ ഗ്യാപ്പ് അപ്പിലാണ്, അതായത് ഈ ട്രെൻഡ് ലൈനിന് മുകളിലാണെങ്കിൽ, ഈ ട്രെൻഡ് ലൈനിന് മുകളിലാണ് നാളെ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ സപ്പോർട്ടായിട്ട് ഇവിടെ ആക്ട് ചെയ്യും. പിന്നീട് മുകളിലേക്ക് ഇതുവരെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഇതൊക്കെ മായ്ച്ചു കഴിഞ്ഞാലാണ് ഒരു ഐഡിയ കിട്ടുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ കുറേ കറകുറാണ്. ഒന്ന് മായ്ക്കാം. ഓക്കെ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു ട്രെൻഡ് ലൈന്, ഇത് കുറച്ചും കൂടെ മേലേക്ക് കയറ്റി വയ്ക്കുക. പാകപ്പാടെ ചക്രവ്യൂഹത്തിനകത്താണ് ഇപ്പോൾ കിടക്കുന്നത്. അഭിമന്യു പോയി പെട്ടില്ലേ, അതേപോലെയാണ് ഇപ്പോൾ ഉള്ളത്. ബാങ്ക് നിഫ്റ്റി എടുത്തൊരു അപ്പോൾ അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഒരു ട്രെൻഡ് ഈ പ്രീവിയസ് ലോ ആൻഡ് ഹൈ ഉണ്ടല്ലോ, ഇത് അതിലെ ഹൈ ആണ്ട് മായ്ക്കുകയാണ്. അതിലെ ഹൈ മാച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നാളെ ഈ ട്രെൻഡ് ലൈനിന്, ഈ ചാനൽ പാറ്റേണിന് ഉള്ളിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അത് നിങ്ങൾ ചാർട്ടിൽ വരച്ചിട്ട് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഗ്രൂപ്പിലുള്ളവർക്ക് നമ്മൾ ആ സമയത്ത് അഡ്വൈസ് ചെയ്യുന്നതാണ്. ഏകദേശം നമുക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലൈനിൽ നമുക്ക് നോക്കാം. ഇതാ ഇവിടെ. ഓക്കെ, എത്രയാണ്? 50,050. ഓക്കെ, 50,050 സപ്പോർട്ട്.
ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിലാണ് പറയണത്. ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ സപ്പോർട്ടായിട്ട് 50,050 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 49,717 എന്നുള്ളൊരു ചെറിയ സപ്പോർട്ടുണ്ട്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് താഴേക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എടുത്തു വരാം. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ഇപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി കാണാൻ വിചാരിക്കണം. ഓക്കെ, ഇനി മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഇപ്പോൾ ഇതാണല്ലോ നാളെ ക്യാൻഡിൽ വരിക. ഇവിടെ 51,800 എന്നുള്ളൊരു റെസിസ്റ്റൻസും. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ മാർക്കറ്റ് 49,750 ഉള്ളത് അല്ലേ? അപ്പോൾ നാളെ ഇവിടെ നിന്നും മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാം. ഇവിടെ നിന്നും താഴെ വരികയാണെങ്കിൽ താഴേക്കും എൻട്രി എടുക്കാം. കാരണം മുകളിലേക്ക് ഇത്ര ഗ്യാപ്പ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് കിടക്കുന്നത് താഴേക്കാണ്. നമ്മളെപ്പോഴും ട്രെൻഡിന് എഗെയിൻസ്റ്റായിട്ട് പെട്ടെന്ന് പോകാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞു കേട്ടോ. ഇനി ഫിൻ നിഫ്റ്റിയാണ്. ഫിൻ നിഫ്റ്റിയിൽ ഇന്ന് അടിപൊളി ട്രേഡിംഗ് ആണ് നടത്താൻ കഴിഞ്ഞത്. രാവിലെ ഒരു ചെറുതായിട്ടൊന്ന് നമ്മളെ വട്ടം കറക്കിയെങ്കിലും പിന്നീട് നമുക്ക് നല്ല ട്രേഡ് തന്നാണ് ഫിൻ നിഫ്റ്റി, നമ്മൾ മറക്കാൻ പാടില്ല. ഓക്കെ, എന്താ അറിയില്ല, അന്ന് നല്ല ഒരു മൂഡിലാണ്. കാരണം ഇന്ന് നല്ല ഒരു സന്തോഷകരമായ ട്രേഡിംഗ് ഡേ ആണ്. വാളട്ടിലിറ്റി ആയിരുന്നെങ്കിലും ഒരു നമ്മളെയൊക്കെ ഇന്ന് സന്തോഷിപ്പിച്ച ദിവസമാണ് ഫിൻ നിഫ്റ്റിയൊക്കെ, മറക്കാൻ പാടില്ലല്ലോ കൊണ്ട്. അപ്പോൾ ഏകദേശം ആ ഒരു രൂപത്തിൽ തന്നെയാണ് ഫിൻ നിഫ്റ്റി ഉള്ളത്. നമുക്ക് ഈ ഒരു ഏരിയ നാളെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ താഴത്തേക്ക് എടുത്തു വരാം. അത് ട്രെൻഡ് വരയ്ക്കണം, എക്സ്റ്റെൻഡ് ചെയ്യണം, എന്നാലേ നമുക്ക് പറ്റുള്ളൂ. 22,360 താഴെ നമുക്ക് താഴത്തേക്ക് വരാം. ഓക്കെ, 23,090 മുകളിൽ നമുക്ക് എൻട്രി എടുക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇത് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും ഈ ട്രെൻഡ് ലൈൻ. അപ്പോൾ അത് മാർക്ക് ചെയ്യുക. 23,340 വരെ, 23,090 നിന്ന് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 23,340 വരെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിന് മുകളിലാണെങ്കിൽ, പിന്നീട് അതിന് മുകളിൽ പോവുകയാണെങ്കിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് ഇവിടെ നിന്ന് വീണ്ടും എടുത്തു പോകാം. അപ്പോൾ ഫിൻ നിഫ്റ്റിയിൽ ഇതാണ്. അടുത്ത മിഡ് ക്യാപ് നിഫ്റ്റിയാണ്. മിഡ് ക്യാപ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ട്രെൻഡ് ലൈനിന് അടിയിലായിരുന്നു. ഇന്നിപ്പോൾ ഇതിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നാളെ നമ്മൾ ഇതിനെ കണ്ടറിയണം. ഇന്നത്തെ ഹൈയായ 12,531 മുകളിൽ നാളെ പോവുകയാണെങ്കിൽ 1 അവർ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് എടുത്തു പോകാം. അതേസമയം താഴെ ഇപ്പോൾ ഇത് 1 ഡേ ടൈം ഫ്രെയിമാണല്ലോ, നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിൽ നോക്കിയിട്ട് ഇത് ഏത് സമയത്താണ്, അതായത് 1.25 to 2.25 ഉള്ളിലാണ് ഇത് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ പിന്നീട് ഇത് താഴത്തേക്ക് തന്നെ വന്നു. 1 അവർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഇത് താഴത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്. അതേസമയം ഡേ ടൈം ഫ്രെയിമിൽ ഇത് മുകളിൽ തന്നെയാണ് കിടക്കുന്നത്. 12,190. ഓക്കെ, കുറച്ച് താഴെ വയ്ക്കുന്നുണ്ട്. 12,190. ഇതിന് താഴെ 1 അവർ ടൈം ഫ്രെയിമിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മിഡ് ക്യാപ് നിഫ്റ്റി താഴേക്കും എടുത്തു പോകാം. ഓക്കെ, അപ്പോൾ നാളത്തെ ട്രേഡിംഗ് സെറ്റപ്പ് ഇങ്ങനെയൊക്കെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾ പ്രത്യേകം കേൾക്കണം. ഇനി പറയുന്ന എൻ്റെ വാക്കുകൾ, ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ ഒരു റൂമറായിട്ട് വെച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അതായത് ഞാൻ പരോക്ഷമായിട്ട് ആക്ഷേപിക്കല്ല, ചില ട്രേഡിംഗ് മെൻറ്റർമാരുണ്ട്. അവരുടെ വിചാരം ഇത് എന്തോ ഒരു ആനക്കാരിയെന്നാണ്. ഞാൻ സത്യം പറയട്ടെ, ഈ സ്റ്റോക്ക് മാർക്കറ്റ് അനലൈസിങ്ങും ടെക്നിക്കലും ഒന്നുമല്ല. ഇത് ആർക്കും, ഏതൊരു സാധാരണക്കാരനും പഠിച്ചെടുക്കാവുന്നതാണ്. എൻ്റെ ഒരു ലക്ഷ്യം എന്നുള്ളത്, ഇപ്പോൾ എത്രയോ നമ്മുടെ മെമ്പർമാർ, നമ്മുടെ വ്യൂവേഴ്സ് വന്നിട്ട് എൻ്റെ പേഴ്സണൽ ടെലിഗ്രാമിൽ പറയാറുണ്ട്, ചില ആളുകൾ, അതായത് ചില മെൻറ്റർമാർ ചോദിച്ചു കഴിഞ്ഞാൽ റീപ്ലൈ തരില്ല എന്ന്. ഒരു കാര്യം, ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ റീപ്ലൈ തന്നെ തരില്ല എന്ന്. അത്
ഒരു ഹെഡ് വെയിറ്റ് ആയിട്ട് ഇതിനെ എന്തോ ഒരു വലിയ ആനക്കാര്യമായിട്ട് വെച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അത് കേരളത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും അത്തരത്തിലുള്ള ആളുകളുണ്ട്. പിന്നെ കേരളക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം പറയണോ, പൊതുവേ തലക്കനുള്ളവരാണല്ലോ. അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സാധാരണക്കാരായ, അതായത് ഇത് എന്താണെന്ന് പോലും അറിയാത്ത ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരണം, അവരെ കൊണ്ട് പൈസ ഉണ്ടായിപ്പിക്കണം അവർക്ക് സാധിക്കുമെങ്കിൽ. രണ്ടാമത് പിന്നെ റിസ്ക് ഉണ്ട് കേട്ടോ, റിസ്ക് അത്യാവശ്യമുണ്ട്. കാരണം നഷ്ടങ്ങൾ സംഭവിക്കുക, ഇത് അത്യാവശ്യം ഇതിനെക്കുറിച്ച് അറിയുന്നത് വരെ ചെറിയ നഷ്ടങ്ങളൊക്കെ സംഭവിക്കും. പക്ഷേ ഞാൻ എൻ്റെ കാഴ്ചപ്പാടാണ് പറയുന്നത്. ഇതിനെ ഒരു വലിയ ഒരു റൂമറായിട്ട് ഒരു തിരശ്ശീലയ്ക്ക് പിന്നിൽ ഇത് എന്തൊരു വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഹെഡ് വെയിറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മറുപടിയൊന്നും കൊടുക്കാതെ ഇതെന്തോ വലിയ ബിസിയുള്ള പോലെ, അതായത് ഇത് പിന്നെ ഇതിനെ കൊണ്ട് നടക്കുന്ന ആൾ എന്തോ വലിയ ഒരു നമുക്കതിലൊന്നും തലയിടാൻ പറ്റാത്ത ഒരു അത്രയും തല പുകഞ്ഞിട്ട് ആലോചിച്ച് നടക്കേണ്ട ഒരു കാര്യമാണ് ഇത്. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നടക്കുന്ന കുറച്ച് ട്രേഡിംഗ് മെൻറ്റർമാരുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതിനെ ചീപ്പാക്കിയെടുക്കണം. അതായത് സാധാരണക്കാർക്കിടയിൽ വരെ ഇതിനെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള ഒരു വിഷയത്തിനെ കൊണ്ടുവരണം. ഇതൊന്നും ഒന്നുമല്ല എന്നുള്ളത് ആർക്കും എപ്പോഴും മനസ്സിലാവുന്ന രൂപത്തിൽ ഓരോ ഈ ട്രേഡർമാരെയും നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരണം. അതിനെല്ലാവരും നമ്മളോടൊപ്പം സഹകരിക്കുക. നമുക്ക് ഉറപ്പായിട്ടും എല്ലാവർക്കും ഇതിന് കഴിയും. ഇതിൻ്റെ പിന്നിലൊന്നും ഒന്നുമില്ല. പച്ച മലയാളത്തിൽ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ചുക്കുമില്ല, ഒരു ചുണ്ണാമ്പുമില്ല. ഇതൊക്കെ ആർക്കും എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. കുറച്ചൊരു എക്സ്പീരിയൻസ് വേണം. നിങ്ങൾ ട്രേഡിങ് പിന്നെ കുറച്ച് ഇങ്ങനെ കുറേ ദിവസങ്ങൾ, കുറേ മാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളൊക്കെ ഇങ്ങനെ ഇതിലുമായിട്ട് ഈ ചാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇതിൽ ഒരിക്കലും തല കനം ഉണ്ടാക്കിയിട്ട് ഇതെന്തോ ഒരു വലിയ സംഗതിയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഒളിമറ ഉണ്ടാക്കിയിട്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത് ആർക്കും എപ്പോഴും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എപ്പോഴും ഒരാൾ വന്ന് സംശയം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. ചില ആളുകളുണ്ട് യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് എന്നാൽ പിന്നെ സ്വന്തമായിട്ട് ചെയ്താൽ പോരെ, നിങ്ങൾക്കിങ്ങനെ വീഡിയോ വന്നിട്ട് ചെയ്തിട്ട് ഇങ്ങനെ കാശുണ്ടാക്കണോ എന്നൊക്കെ പറയുന്നത്. ഈ അറിവ് എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കണം, അല്ലേ? ഇതിപ്പോൾ അയാൾ ചിന്തിക്കുന്ന രൂപത്തിൽ എല്ലാവരും ഈ ലോകത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളൊരു സംഗതിയും ഈ ടെക്നിക്കൽ അനാലൈസും ഈ ചാർട്ടുകളും ഒക്കെ ഇന്നിപ്പോൾ ഉണ്ടാവുമോ? സാധാരണ ഈ നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ ഉണ്ടാവും ഇതൊക്കെ? ഞാൻ പഠിച്ചിട്ടാണ് എനിക്ക് മാത്രം, ഞാനും ഒരിതുണ്ടല്ലോ, എനിക്ക് ശേഷം പ്രളയോ അങ്ങനെ എന്തൊക്കെ ഒരു വാക്കുകളുണ്ടല്ലോ, അല്ല അപ്പോൾ അതേപോലെ ഈ ഒരു സിനിമയിൽ പറയുന്നുണ്ട് ഞാനും തമ്പുരാട്ടിയും അങ്ങനെ എന്തൊക്കെ. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ചില ആളുകളുടെ കമൻസും കാണാറുണ്ട്. അതിനുള്ള വിവരമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അധികം സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.